ഓണം ആഘോഷിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ എവിടെയുണ്ടോ അവര് നന്നായി ഓണം ആഘോഷിക്കും. സദ്യക്ക് വേണ്ടി എന്തും ചെയ്യും, എവിടെയും പോകും. ഇപ്പൊ ഞാനുള്ളത് തങ്കം മലയാളി കടയ്ക്ക് മുന്നിലാണ്. ഇവിടെ ഒന്നാന്തരം ശർക്കര വരട്ടി ഇട്ടിട്ടുണ്ട്, ഇവിടെ മുറുക്കുണ്ട്, മിച്ചറുണ്ട്. ചേച്ചി എവിടുന്നാ വരുന്നത്? ഡൽഹിന്ന്. മനസ്സിലായി. നാട്ടിലെവിടെയാ? നാട്ടിൽ പറയത്തില്ല, നാട്ടിൽ അവിടെ കുഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവും ഒരു ഓണാശംസകൾ പറയോ? ഹാപ്പി ഓണം. നിങ്ങള് സാധനം വാങ്ങാൻ ഇറങ്ങിയാണോ? അതെ അതെ. സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? സദ്യ ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി. എന്താ പ്രിപ്പറേഷൻസ് ഒക്കെ? ബ്രോ ഞാൻ ഉണ്ടാക്കുന്നില്ല, എനിക്ക് ഓണമില്ല, ഞാൻ നേഴ്സാണ്, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടി ഉണ്ടോ? അപ്പൊ പിന്നെ ഈ ഓണത്തിന്റെ എന്താ വൈബ് എന്താന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയ? അതെ. ചേച്ചി എങ്ങനെയുണ്ട് കച്ചവടം ഒക്കെ? കച്ചവടമൊക്കെ അടിപൊളി. എവിടാ? നാട്ടിൽ തൃശ്ശൂർ. ഇപ്പം ഓണം കുറെ കാലമായിട്ട് ഇവിടെ ഉണ്ടോ? അതെ അതെ അതെ. ഈ മഴയ്ക്ക് ഇപ്പൊ പ്രശ്നമാണ്, ആളുകൾ പ്രശ്നം ആൾക്കാർ ഇത്രയും ദിവസം ഇല്ലാത്ത മഴ ഇപ്പൊ വന്നത്. അതെ അതെ അതെ. ഞങ്ങളുടെ കച്ചവടം കൊള്ളാക്കി. ചേട്ടാ എങ്ങനെയുണ്ട് മൊത്തത്തിൽ വൈബാണോ? നന്നായിരിക്കണം. നിങ്ങള് കട പൂട്ടിയിട്ട് സദ്യ കഴിക്കാൻ പോവാം? ഇല്ല, ഞങ്ങൾ കട തുറന്നിരുന്നത് ഭക്ഷണം കഴിക്കും. അതെ. ഞാനിപ്പം ഉപ്പേരി കടയുടെ അവിടെ, ശർക്കരയുടെ കടയുടെ അവിടെ നിന്നെങ്കിൽ ഇപ്പോ നമ്മൾ പോകാൻ പോകുന്നത് ഒരു പച്ചക്കറി കടയിലേക്കാണ്. എല്ലാ സാധനങ്ങളും അവിടെ. പഴം കാണാൻ സാധിക്കുന്നുണ്ട്, ക്യാബേജ് ഉണ്ട്, തക്കാളി ഉണ്ട്, എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്തായി ഓണം ഉത്രാടപ്പാച്ചിൽ എല്ലാം വാങ്ങിയോ? ഇല്ല, കുറച്ച് നാട്ടിൽ നിന്ന് മാറിക്കുന്നു എന്നൊരു വിഷമമുണ്ടോ? ഇല്ല, നമുക്ക് വിഷമമില്ല. കാരണം നമ്മൾ കേരള ഹൗസിലായിരുന്നു. 4 ദിവസത്തോടെ ഓണം കഴിഞ്ഞു. പിന്നെ നാളെ തിരുവോണം ആയതുകൊണ്ട് സ്വന്തമായിട്ട് സദ്യ സദ്യ 4 ദിവസം തുടർച്ചയായിട്ട് സദ്യ കഴിച്ചു തോന്നുന്നു. കഴിച്ചു നന്നായിട്ട് കഴിച്ചു. മെയിൻ ആയിട്ട് സദ്യ എന്താ? നാളെയോ? നാളെ ഉപ്പേരി, മെയിനായിട്ട് ഉപ്പേരിയാണ്. പിന്നെ പഴം, പപ്പടം, ചിക്കനും മീൻകറി ഒന്നും കൂട്ടി കഴിക്കില്ല. മാവേലിക്ക് ചിക്കൻ ഒന്നുമില്ല. നാളെ എന്തായാലും ഫുൾ നാടവിടെ ട്രിവാൻഡ്രോ. പക്ഷെ കണ്ണൂരുകാര് നന്നായിട്ട് ചിക്കനും മീൻകറി. എവരാണ് ട്രിവാൻഡ്രം സദ്യക്കാര്. ആണോ? നിങ്ങളുടെ സദ്യ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയുണ്ട് അതിനകത്ത്? പായസവും ബോളി അതുണ്ടോ? കിട്ടിയോ? അത് മേടിച്ചോ? അല്ല, ഞാൻ മെനഞ്ഞാന്ന് വന്നേ ഉള്ളൂ. ഓണാഘോഷിക്കാൻ വേണ്ടിട്ട് കേരളത്തിൽ ഓണമൊക്കെ മാറ്റി. എങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇത്ര ദിവസം മഴയില്ലായിരുന്നു? ഇന്ന് നല്ല മഴയായിരുന്നു. ഇന്നലെ വരെ മഴയില്ലായിരുന്നു. എവിടുന്നാ വരുന്നത്? ഇവിടുന്ന് തന്നെ, ഡൽഹിയിലാ. നാടെവിടെ? നാട് തിരുവനന്തപുരം. സദ്യ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ലേ? ഇപ്പൊ വാങ്ങാൻ തുടങ്ങിയതോളോ. ഓണത്തിന് വേണ്ടി ചിക്കൻ മേടിക്കാൻ വേണ്ടി രാജാകാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നു, ഏഴിന്റെ മാർക്കറ്റ് വരെ വന്നു. ഓണത്തിന് ഇങ്ങനെ ചിക്കൻ ബിരിയാണി സദ്യ അല്ലേ കഴിക്കുന്നത്? സദ്യ കഴിക്കണ നാളെയല്ലേ. ഇന്ന് അഡ്വാൻസ് ആയിട്ട് ബിരിയാണിക്ക് മേടിച്ചിട്ട് പോവാ. ചേട്ടൻ വീട് എവിടെ കറക്റ്റ്? എന്റെ കോട്ടയം ഉഴവൂരുകാരനാ, KR നാരായണന്റെ മണ്ഡലത്തിലാണ് ഞാൻ. അപ്പൊ കോട്ടയം മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടോ? ഉണ്ട്. അതേ സെയിം ഫീലാണ് നമ്മുടെ ANA മാർക്കറ്റ് വന്നാൽ കിട്ടുന്നത്. ദില്ലി INA മാർക്കറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു ഓണം കൂടാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം വാങ്ങി ഇപ്പോൾ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്ന. കുറച്ചുപേരെ പ്രതികരണങ്ങളാണ് നമ്മൾ കേൾക്കുകയും ചെയ്തത്. ദില്ലിയിലാണെങ്കിലും മലയാളികൾ എവിടെയുണ്ടോ ഓണം ആഘോഷിക്കും, അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ ദില്ലി.